ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. സുഖമാണോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ല കൃപയിലെടുത്ത് പോകുന്നതിനെ പ്രതി ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഓർക്കാണ് ഞാൻ നിങ്ങൾ പറഞ്ഞെങ്കിൽ ഒരു രണ്ടാം പ്രാവശ്യം ഒന്ന് കേട്ടു. ഞാൻ ഓർക്കാം ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ ഞാനൊരു അമ്മച്ചീനെ കണ്ടേ. ആ അമ്മച്ചി 7 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ മുഴുവൻ എഴുതി കഴിഞ്ഞു. ഇപ്പം 8ാം പ്രാവശ്യം എഴുതിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നല്ല പിന്നെ ആ അമ്മച്ചിയുടെ മോൾക്ക് തന്നെ 6 കുട്ടികളുണ്ട്. അപ്പം നോക്കിയാൽ നല്ല പ്രായമുണ്ട്. അപ്പം നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തുമാത്രമാണ്. അപ്പോൾ വചനമൊക്കെ എഴുതുമ്പോൾ വെച്ചാൽ മനസ്സ് മുഴുവൻ അതിനകത്ത് മുഴുകിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ, വചനം വായിക്കുന്നവർ, പഠിക്കുന്നവർ, ഡാനിയേലച്ചൻ്റെ വചന വായന കൂടുന്നവർ, പലതരം മേഖലകളില്ല. സുവിശേഷം വളരെയല്ലേ. എനിക്കിതെല്ലാം കാണും വലിയ സന്തോഷമാണ് കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരൻ, വ്യാഴാഴ്ച എനിക്ക് സന്തോഷം കൂടുമെന്ന് അറിയാമല്ലോ. നമുക്കൊരു പ്രാർത്ഥന കിട്ടുന്ന ദിവസമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഒരു പ്രത്യേക നിയോഗം വെച്ചിട്ടുണ്ട്. ആ കാര്യം നടന്നാൽ ഞാൻ അടുത്ത ദിവസം തന്നെ അത് പറഞ്ഞേക്കാം കേട്ടോ. നടന്നില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ടൊരു നിയോഗം വെച്ച് മധ്യസ്ഥ പ്രാർത്ഥന വളരെ ആവശ്യമുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തൃശ്ശൂർ വരെ ഒരു യാത്രയിലാണ് കേട്ടോ. നിങ്ങളോട് പറയാതെ എവിടെയും പോവില്ല. ഹല്ലേലൂയ. അങ്ങനെ വീട്ടിൽ ശീലിക്കണം കേട്ടോ. ചില ആൾക്കാരോട് ഒന്നും വേണ്ട ഒരു പോക്ക് പോകും, എന്നുവെച്ചാൽ രാത്രി നമുക്ക് കയറും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാനിത് പറയുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ വചനത്തിന്റെ തലക്കെട്ട് 2 Corinthians 3:17 ബേസ് ചെയ്തിട്ടാണ് സ്വാതന്ത്ര്യം കുറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുടുംബത്തിൽ ഭർത്താവ്, ഭാര്യ, മക്കള്, മാതാക്കന്മാര് വളരെ ഫ്രീ ആയിട്ട് ശരിക്കും പറഞ്ഞ ഒരു മനസ്സ്, ഒരാത്മാവ്, ഒരു ഹൃദയം പോലെ നടന്നുകൊണ്ടിരുന്ന പെട്ടെന്ന് എന്തോ ഒരു അങ്ങ് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഫ്രീ ആയിട്ട് പറയാൻ പറ്റുന്നില്ല, എന്തോ ഒരു തിക്കുമുട്ടൽ അല്ലേ. ഇപ്പം ഞാൻ നിങ്ങളോട് നല്ല ഫ്രീ ആയിട്ട് പറയുന്നില്ല എന്ന് പറയുന്നത് പോലെ. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയ, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ നല്ല ശരിക്കും പറഞ്ഞു ആത്മാവിൻ്റെ ഇൻസ്പിറേഷൻ അനുസരിച്ച് 100, 110 ഇങ്ങനെ ഫയർ എന്നൊക്കെ പറഞ്ഞു പോയി. എന്താണെന്നറിയത്തില്ല, എന്തോ ഒരു ബ്ലോക്ക് അല്ലേ. ഈ വചനം വെളിപ്പെടുത്തി 2 Corinthians 3:17 പഠിപ്പിക്കുകയാണ്. കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നല്ല വചനമായതുകൊണ്ട് കുഞ്ഞുങ്ങൾ മാത്രമല്ല എല്ലാവരും ഏറ്റു പറയണം. പറഞ്ഞേ, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ, കർത്താവിൻ്റെ ആത്മാവില്ലാത്തടത്ത് ഉള്ളത് എന്താ? അടിമത്തമാണ്. അതാണ് പാപം ചെയ്യുന്ന പാപത്തിൻ്റെ അടിമയാണ്